അപ്പോൾ ഇന്ന് സിയുവിൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു ഡേ ഫുള്ള് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, എന്നാലും പറ്റുന്നിടത്തോളമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പറയാൻ താല്പര്യമുണ്ട്, പക്ഷെ അപ്പോൾ ഓൻ പറഞ്ഞ പോലെ നട്ടുച്ചൊന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു 10-10:30 ആയിട്ടുണ്ട് കേട്ടോ. ഇത് നോമ്പിൻ്റെ തലേ ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ സിയുവിനെ വിളിച്ചുകൊണ്ടെത്തി ബ്രഷൊക്കെ ചെയ്ത് മുഖമൊക്കെ കഴിക്കുവാനൊന്ന് ഫ്രഷ് ആയിട്ടോ. രാവിലെ തലേന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ രാവിലെ ഞാൻ വിളിക്കുമ്പോൾ തന്നെ എണീക്കണം കേട്ടോ, ഡേ ഇൻ മൈ ലൈഫ് എടുക്കാണ്ട് കേട്ടോ എന്നുള്ളതൊക്കെ. അതുകൊണ്ടാണ് പെട്ടെന്ന് എണീറ്റുക, അല്ലാതെ എനിക്ക് അങ്ങനെയൊന്നും ആവില്ല. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് മസാല ദോശയാണ് കേട്ടോ. മസാല ദോശയാണെന്ന് പറഞ്ഞപ്പോൾ ഓനൊരാഗ്രഹം ദോശ ഉണ്ടാക്കാൻ, ഞാൻ ദോശ ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ. അപ്പോൾ ഓൻ ഉണ്ടാക്കുന്ന ദോശയാണ് കേട്ടോ ഈ കാണുന്നത്. കണ്ടിട്ട് ഓൻ തന്നെ ഇരുന്ന് ചിരിക്കുക. അപ്പോൾ എൻ്റെ പാളി പോയ ദോശയൊക്കെ നമ്മൾ പൂച്ചക്ക് ഇട്ട് കൊടുത്ത് പുതിയ ദോശ ചുട്ട് കൊടുത്ത് കേട്ടോ. ഓൻ്റെ മസാല ദോശ നല്ല ഇഷ്ടമാണ് കേട്ടോ. ആ മസാല ദോശയിൽ കുറച്ച് നെയ്യൊക്കെ കൂടുതൽ ഒഴിച്ച് നല്ല മുരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഓന് ഭയങ്കര ഇഷ്ടമാണ്. ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് നേരം പഠിക്കാനിരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനിപ്പോൾ എക്സാമൊക്കെ അല്ലേ വരുന്നത്, സ്കൂളിൽ പോകാൻ പറ്റില്ലല്ലോ, ഓന് സർജറി കഴിഞ്ഞതുകൊണ്ട് കുറച്ച് ദിവസം സ്കൂളിൽ ലീവാണ്. ഇനിയിപ്പോൾ എക്സാമിന് മാത്രം പോയാൽ മതി. ഓൻ വായിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കുഞ്ഞുമണ്ണെ കുളിപ്പിച്ച് അവൾ ഉറക്കാൻ കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. കുഞ്ഞുമണ്ണെ കണ്ടാൽ പിന്നെ ഓൻ എണീറ്റ് പിന്നെ അവളെ കുറേ കളിപ്പിക്കണം, കുറേ എടുക്കണം, ഇതൊക്കെയാണ് എൻ്റെ പരിപാടി. ഓന് ശരിക്കും കുട്ടീനെ എടുക്കാനൊന്നും കഴിയില്ല കേട്ടോ, ഓൻ എടുക്കണുണ്ട് നമുക്ക് പേടിയാവും. അതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഒന്ന് പുറത്തിറങ്ങി കേട്ടോ. നമുക്ക് ഉമ്മാൻ്റെ വീട്ടിലൊന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവിടെ എത്തിയിട്ടുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. അവിടെ എത്തിയപ്പോൾ പിന്നെ എല്ലാവരും കൂടെ ആയപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ പോണ വഴിയിൽ എന്തെങ്കിലും ചായ വെള്ളം എന്തെങ്കിലും കുടിക്കാൻ വിചാരിച്ച് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഉമ്മയും കുഞ്ഞുമണിയും പിന്നെ ഉമ്മമ്മ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കൂടെ. അവരൊക്കെ കാറിലായിരുന്നു. അപ്പോൾ അവർക്കുള്ള സ്നാക്സൊക്കെ കൊണ്ടു കൊടുത്ത് പിന്നെ ജീവിത മുട്ട ബജിയും കരിമ്പ് ജ്യൂസും പക്കവടയൊക്കെ കഴിച്ചിരിക്കുകയാണ്. അവൻ പിന്നെ കരിമ്പ് ജ്യൂസിൻ്റെ ആളാണ് കേട്ടോ. ഞാൻ പിന്നെ ഒരു സർബത്തും കുടിച്ചു. പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നത് ഞങ്ങൾ വീട്ടിൽ തന്നെ എത്തിയിട്ടോ. ഞങ്ങൾ തിരിച്ചു പോകുന്നപ്പോൾ രാത്രി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിക്കൊരു ബിസ്ക്കറ്റും ഒരു റോബസ്റ്റ് പഴമൊക്കെ വാങ്ങി അങ്ങനെ തിരിച്ചു പോകും. പിന്നെ നാളെ നോമ്പൊക്കെ അല്ലേ. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനി വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു.